VS രഞ്ജിത്ത് കൂടിയുണ്ട്. ഒപ്പം തന്നെ അല്പസമയത്തിനകം ഹണി റോസിന്റെ വീടിന് മുന്നിൽ നിന്നും അർജുൻ മട്ടന്നൂരും ഉണ്ടാകും. ആദ്യം VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, സ്ഥിരമായി സുന്ദരികളായ നടിമാരെ കൊണ്ട് ഷോറൂമുകൾ ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്യുക, ആ ഉദ്ഘാടന പരിപാടിയിൽ തന്നെ ആ നടിമാരെ നിർത്തിക്കൊണ്ട് ദ്വയാർത്ഥ പ്രയോഗമുള്ള പ്രസംഗം നടത്തുക, അതിനുശേഷം അങ്ങനെ സഹകരിക്കാത്ത, പിന്നീട് ബോബി ചെമ്മണ്ണൂരുമായി സഹകരിക്കാത്തവർക്കെതിരെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ, അത് യൂട്യൂബർമാരാണ്, അവർക്ക് അഭിമുഖം നൽകുമ്പോൾ വളരെ മോശം ഭാഷയിൽ പ്രതികരിക്കുക, ഇങ്ങനെയൊക്കെ പറയാൻ എന്ത് ധൈര്യം, എങ്ങനെ സാധിക്കുന്നു എന്ന് കരുതുന്ന രീതിയിൽ തുടർച്ചയായി, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പക്ഷേ ഒരു നടപടിയിലേക്ക് നീങ്ങാൻ ഹണി റോസിന്റെ പരാതി വേണ്ടി വന്നിരിക്കുന്നു. അതല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് മാർക്കറ്റിംഗ് നടത്താം എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളും ഒക്കെ ഇത്തരത്തിൽ നടിമാരെക്കുറിച്ചാണെങ്കിലും മറ്റു കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും മാർക്കറ്റിങ്ങിനെ കുറിച്ചാണെങ്കിലും ഒക്കെ അദ്ദേഹം നടത്താറുള്ളത് വളരെ നെഗറ്റീവായിട്ടുള്ള പ്രയോഗങ്ങൾ, അത് ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങൾ നടത്തുക. ആ ദ്വയാർത്ഥം സ്വാഭാവികമായിട്ടും ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു വലിയ വിഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട്, ലൈംഗിക ദാരിദ്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് മലയാളികളായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പ്രചാരം ലഭിക്കാൻ സാധ്യതയുള്ള പരാമർശങ്ങൾ നടത്തുക എന്നുള്ളത്, അത് ഈ അടുത്ത കാലത്തായി ഹണി റോസ് എത്തുന്ന വേദിയിലെല്ലാം ബോച്ചയുടെ പ്രയോഗങ്ങൾ, ബോച്ച എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ തന്നെ കിട്ടുന്നത് മുഴുവൻ ഇത്തരത്തിൽ നടിമാരെ വെച്ച്, അതിൽ കൂടുതലും ഹണി റോസാണ്, ഹണി റോസിനെ വെച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ നടത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ വിറ്റ് കാശാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബോച്ച എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയാണ്. ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒരു നടിയെ മുൻനിർത്തി നടത്തുമ്പോൾ, ഒരു സ്ത്രീയെ മുൻനിർത്തി നടത്തുമ്പോൾ, നടി എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു സ്ത്രീയെ മുൻനിർത്തി നടത്തുമ്പോൾ അതിനെതിരെ ഇതുവരെ ആരും പരാതിപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ധൈര്യശാലിയായിട്ടാണ് ഇക്കാര്യത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകർ കാണിക്കുന്നത്. കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒരു ആരാധക വൃന്ദമാകാം, ഒരു ടീമിനെ ഉണ്ടാക്കി ഈ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി അതിനൊരു വലിയ റീച്ച് എത്തിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ, ആ രൂപത്തിൽ തുടങ്ങിയതാകാം. പിന്നീട് അതിന് വലിയ രൂപത്തിൽ പ്രചാരം ലഭിക്കുന്നു, വലിയ രൂപത്തിൽ ഈ തരത്തിൽ പ്രതികരിക്കാൻ ധൈര്യപ്പെടാതിരുന്നവർക്ക് ഒരു ധൈര്യം കൊടുക്കുന്ന ഒരു ധൈര്യശാലിയായി ബോബി ചെമ്മണ്ണൂരിനെ വാഴ്ത്തുന്നു. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ബോബി ചെമ്മണ്ണൂരിനുള്ള പാഠം എന്നതിനപ്പുറം ഈ തരത്തിൽ സമൂഹ മാധ്യമങ്ങളെ, സ്ത്രീകളെ അപമാനിക്കുന്ന മോശം പരാമർശം നടത്തി ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന ധൈര്യത്തിൽ നടക്കുന്നവർക്കുള്ള ഒരു പാഠം കൂടിയാവുകയല്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ നടപടിക്രമങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും സ്വാഭാവികമായിട്ടും ഇതൊരു പാഠമായി മാറുമോ എന്നുള്ളതൊക്കെ. ഏതായാലും ഇത്തരത്തിൽ ധൈര്യപൂർവ്വം ഒരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ ആശാസ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു പണത്തിൻ്റെ ഹുങ്കിൽ, അതാണ് ഇന്നലെ ഹണി റോസ് പറഞ്ഞിട്ടുള്ള വാക്ക്, പണത്തിൻ്റെ ഹുങ്കിൽ താങ്കൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ നിയമത്തിൻ്റെ ഒരു പിൻബലത്തിൽ ചില കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിയമത്തിൻ്റെ പിൻബലം ഹണി റോസ് ഈ നടിക്ക് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ നടിക്ക് കിട്ടുന്ന പിൻബലം അത് നിയമത്തിൻ്റെ പിൻബലമാണ്. ആ പിൻബലം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ നീതി പ്രതീക്ഷിക്കുന്ന ഒരു സ്ത്രീ സമൂഹത്തിന് കൊടുക്കുന്ന പിൻബലം കൂടിയായിരിക്കും. ഏതായാലും മാർക്കറ്റിങ്ങിന് വേണ്ടി സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട്, സ്ത്രീത്വത്തെ തീർത്തും താറടിച്ചു കാണിച്ചുകൊണ്ട് ഈ ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ നമുക്കിവിടെ പറയാൻ പോലും പറ്റാത്ത തരത്തിലാണ്. അത് ദ്വയാർത്ഥം എന്ന് പറയുമ്പോൾ ആ ദ്വയാർത്ഥത്തിൽ മുഴച്ചു നിൽക്കുന്നത് ലൈംഗികവുമായി ബന്ധപ്പെട്ട, സ്ത്രീകളുടെ ശരീര സൗന്ദര്യവുമായി ബന്ധപ്പെട്ട, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. അത്തരം പ്രയോഗങ്ങൾ പൊതുമധ്യത്തിൽ ഒരാൾ നടത്താൻ പാടില്ലാത്ത, ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും അറപ്പോടുകൂടി നടത്തേണ്ട ചില പ്രയോഗങ്ങളെ അദ്ദേഹം പൊതുമധ്യത്തിൽ നടത്തുന്നു, ചില ഉദ്ഘാടന വേദികളിൽ നടത്തുന്നു, ചില ഇൻ്റർവ്യൂകളിൽ നടത്തുന്നു. അത്തരം ഇൻ്റർവ്യൂകൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നു. അപ്പോൾ വൈറൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നും ആ വൈറൽ കണ്ടന്റുകൾക്ക് വേണ്ടി എന്തു പറയണമെന്നും കൃത്യമായി ബോബി ചെമ്മണ്ണൂരിന് അറിയാം. അങ്ങനെ പറയേണ്ട ഒരു കണ്ടന്റ് മാത്രമായി സ്ത്രീകളുടെ സാന്നിധ്യവും അവരുടെ അഭിമാനവും ഒക്കെ മാറുകയാണ്.
ഇവിടെ പരാതി കൊടുത്തിട്ടുള്ള നടി പറയുന്ന പ്രകാരത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ നടിയുടെ ശരീര സൗന്ദര്യത്തെ, നടിയുടെ ആകാര വടിവിനെ അതൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഉപയോഗിച്ച് സ്വന്തം മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴെങ്കിലും ആ നടിക്കൊരു പരാതി കൊടുക്കാൻ തോന്നിയത് മുഴുവൻ സ്ത്രീ സമൂഹത്തിനും അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ഒരു നടിയുടെ ആകാരവടവിനെയും ശരീര സൗന്ദര്യത്തെയും മുൻനിർത്തി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത് മുഴുവൻ സ്ത്രീ സമൂഹത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രയോഗമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുക. സ്ത്രീകളോട് എന്തെങ്കിലും തരത്തിൽ ഒരു ആരാധനയുള്ള അല്ലെങ്കിൽ സ്ത്രീകളോട് എന്തെങ്കിലും തരത്തിൽ ഒരു സോഫ്റ്റ് കോർണറുള്ള ഒരാൾക്കും കേട്ടു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളല്ല ബോബി ചെമ്മണ്ണൂർ നടത്താറുള്ളത്. എന്താണ് ഇയാൾ പറയുന്നത് എന്ന് നമുക്കൊക്കെ അറപ്പ് തോന്നുന്ന വിധത്തിൽ, എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന രീതിയിൽ നമുക്കൊക്കെ ഒരു പുച്ഛം തോന്നുന്ന തരത്തിലുള്ള പ്രയോഗമാണ് സാധാരണഗതിയിൽ നടത്താറുള്ളത്. പക്ഷെ അതിന് കയ്യടി കിട്ടാറുണ്ട്. ആ കയ്യടി എന്ന് പറയുന്നത് ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെതാണ്. ഈ ആൾക്കൂട്ടത്തിന് മുഖമില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ സ്വാഭാവികമായിട്ടും അതിൽ അഭിരമിക്കാനുള്ള കാരണം. കയ്യടിക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടം സോഷ്യൽ മീഡിയയിലുണ്ട്. അതിലൂടെ വളർന്നു വരുന്ന ഒരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ വീണ്ടും വീണ്ടും പറയാൻ ബോബി ചെമ്മണ്ണൂരിനെ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ ഷോർട്സുകളും ഓരോ വീഡിയോകളും ഒക്കെ മില്യൺ വ്യൂസ് ഉള്ളതാണ്. ആ വ്യൂ എന്ന് പറയുന്നത് അതിൽ ലൈക്ക് ഇടുന്നവരും കമൻറ്റ് ഇടുന്നവരും അതിൽ എന്താ പറയുക, ഇത്തരത്തിലുള്ള പ്രോത്സാഹനം നൽകുന്നവരുമൊക്കെ വലിയൊരു ആൾക്കൂട്ടമാണ്. ആ ആരാധക വൃന്ദത്തെ, ആൾക്കൂട്ടത്തെ ക്രിയേറ്റ് ചെയ്തെടുത്ത് ബോച്ച എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ബോച്ച ഇപ്പോൾ ഈ പറയുന്ന പരാതി കൊടുത്ത നടിയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, നേരത്തെ നടത്തിയിട്ടുള്ള, വളരെ മുൻപ് നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ അത് ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടികളെ സോഷ്യൽ മീഡിയയിലൊക്കെ ചാനലുകളുടെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ച് പോലും എന്താണ് ബോബി ചെമ്മണ്ണൂരിന്റെ വായിൽ നിന്ന് വരിക എന്ന ഭയന്ന് ഇരിക്കുന്ന ഇന്റർവ്യൂവറെ കണ്ടിട്ടുണ്ട് മുൻപ്. അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി അവരെ പറഞ്ഞയക്കുന്ന ചില സ്ഥാപനങ്ങളുമുണ്ട് എന്നുള്ളതാണ്. യൂട്യൂബർമാർ ആണ് ഇതിന് വലിയൊരു നേട്ടമായി ഇതുവഴി ഒരു വലിയ കച്ചവട സാധ്യത കണ്ടെത്തിക്കൊണ്ട് ഈ രൂപത്തിലുള്ള ഇന്റർവ്യൂകൾ എടുക്കുന്നത്. ഇതിപ്പോൾ തുടർച്ചയാകുന്നു. ബോബി ചെമ്മണ്ണൂർ അതിലൊന്നു മാത്രമാണ്. ബോച്ചെ എന്ന് സ്വയം പേരിട്ട് അതൊരു ബ്രാൻഡ് നെയിമാക്കി മാറ്റി അതുവഴി അശ്ലീലം പറഞ്ഞ ഒരു വലിയ ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ കച്ചവടം നല്ല രീതിയിൽ നടത്തുക എന്നൊരു ലക്ഷ്യമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനുള്ളത്. ഇപ്പോൾ ഭാരതീയ ന്യായ സമിതിയിലെ 75(4) വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.